നമ്മളെ പോലുള്ള ആൾക്കാരെ മാറ് തുറന്നിട്ട് കാണിക്കാനും തല തുറന്ന് കാണിക്കാനും വ്യഗ്രതയോടെ ഓടിച്ചാടി നടക്കുന്ന ഒരുപാട് കുഞ്ഞു മക്കളുണ്ട്. സഹോദരന്മാർക്ക് കാണുന്നുണ്ടല്ലോ, അവൾ അതട്ടെ നിർത്തൂ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഞാൻ ഷോപ്പിലാണ്, പോയിട്ടില്ല. അപ്പൊ സമയം 8 മണി ആവുന്നു. അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മക്കളെ. വീഡിയോ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യണില്ല എന്ന് വിചാരിച്ചാണ് പറഞ്ഞു ചെയ്തിരുന്നു. അതിന് കുറച്ച് മുമ്പായിട്ട് ഞാൻ ചെയ്തു വെച്ച വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോ ഒന്ന് ഒരു ദിവസം ഒഴിവുണ്ടായപ്പോൾ ഞാൻ എടുത്തിട്ടാണ്. വീഡിയോ ഇല്ലാഞ്ഞപ്പോൾ ഞാൻ എടുത്താണെന്നുള്ളൂ. ചെയ്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. അതാ പേടിച്ചിട്ടൊന്നല്ല, ഓർമ്മ ഉണ്ടായില്ല. പിന്നെ അത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പൊ ആ വീഡിയോയില് ഇട്ടപ്പം കുറച്ച് പേർക്ക് ഭയങ്കര ചൊറിച്ചിൽ, അസ്വസ്ഥത അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നായ്ക്കൊറപ്പൊടി ഇട്ട മാതിരി വല്ലാത്തൊരു ബേജാറും അസ്വസ്ഥതയും ഒക്കെ വരുന്നത്. പ്രതികരിക്കാതിരുന്നാ മതി. പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കത് കണ്ട് ആസ്വദിച്ച് വരുന്ന ഒരു സംഭവമാണ് അത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇനിയിപ്പോ വന്നില്ലെങ്കിലോ, ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. എന്താണ് ആസ്വദിക്കാനായി ഉള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറെ നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അതിൽ ചെറിയ ഒരു സംഭവം, 2 നെഗറ്റീവ് കമന്റിന് ഒന്നും റിപ്ലൈ ആയിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് റിപ്ലൈ അവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരോടല്ലേ നമുക്ക് പറയേണ്ടുള്ളൂ. അമ്മ പെങ്ങന്മാര് ഇല്ലാത്ത ആൾക്കാരോട്, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാത്ത മനുഷ്യരോട് നമ്മൾ എന്ത് വർത്തമാനം പറയാനാണ്, എന്ത് മറുപടി കൊടുക്കാനാണ്? അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആരിഫിനൊക്കെ പോലെ ചോദ്യങ്ങൾ മാത്രം അവർക്ക് ചോദിക്കാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയാ, വാദിക്കാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതെന്താ കാരണത്താലാണെന്ന് എന്താണെന്നുള്ള മനസ്സിലാക്കാനും പോലും അവർക്ക് സമയമില്ല, പറയൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് വർത്തമാനം പറയാനാണ്? അപ്പൊ ഞാന് ഇപ്പൊ പോവാൻ നേരമായപ്പോൾ ഇങ്ങനെ കമന്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഭയങ്കര വിഷമത്തിലാണ് ഇപ്പൊ അവര്. അപ്പൊ ഒരു കമന്റ്, 2 കമന്റ് വന്നിട്ടുണ്ട്. എപ്പോൾ മുതലാണ് മുഴുവനും മൂടുന്ന വേഷം ഉണ്ടായത് എന്ന് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണെന്ന്. അപ്പൊ പരിശോധനയ്ക്ക് വിധേയമാക്കണ നീ തന്നെ ആയിരിക്കും നല്ലത്. എന്തായാലും നമ്മളെ ഐറ്റംസ് ഒന്നും ഇത് പറയില്ല എന്നുള്ള ഉറപ്പാണ്. സംഖ്യ കുഞ്ഞുങ്ങളെ പറയുള്ളൂ. അപ്പൊ അവർക്ക് ഇതിപ്പോ ഇങ്ങനെ പറയാന് സംഭവം എന്താണെന്ന് വെച്ചാല്, ഈ ഓപ്പൺ ആയിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ കണ്ട് രസിച്ചോണ്ടിരിക്കുന്നത് ഒരു എന്താണ്, മാനസികമായിട്ടുള്ള ഒരു വൈകൃതമാണ് അല്ലെ. മാനസിക പ്രശ്നമുള്ളവർക്ക് അത് ആ ഒരു ഹരാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അതിന് അത്ര ഇറിറ്റേഷൻ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പൊ അവനക്ക് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓന്റെ പെങ്ങളെ അല്ല മറ്റുള്ളവരെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഓന് പെങ്ങളാണെങ്കിൽ ഓനിപ്പോ നടത്തിച്ചോട്ടെ, നമുക്ക് എന്താ ആവശ്യം? നമ്മൾ ഒരു കാര്യം കണ്ടു, അത് കണ്ടപ്പോ നമുക്ക് തോന്നി പക്വത ഇല്ലാത്തവളാണെന്ന് തന്നെ കണ്ടപ്പോ മനസ്സിലായി. ഇപ്പൊ പറഞ്ഞപ്പോഴും മനസ്സിലായി എനിക്ക്, എന്താ വെച്ചാൽ പക്വത ഇല്ലാഞ്ഞിട്ടായിരിക്കും അത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെച്ച് നടക്കുന്നതെന്ന്. കാരണം കുറച്ചൊരു പക്വത ഉണ്ടെങ്കിൽ മൂടി വെക്കേണ്ടത് മൂടി വെക്കാനും, തടഞ്ഞു വെക്കേണ്ടത് തടഞ്ഞു വെക്കാനും, കാണിക്കേണ്ടത് കാണിക്കാനും അറിയുന്ന ഒരു പക്വത ഉണ്ടാവൂല. ആ പക്വതയും കൂടി ഇല്ലാത്ത സാധനമാകുമ്പോൾ ഓപ്പൺ ആക്കി വിടുന്നത് കുഴപ്പമില്ല. അതിപ്പോ അവരെ ഇഷ്ടം. ഒരു പെറ്റിക്കോട്ട് കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു ട്രൗസർ കൊണ്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര ഉപകാരമാണ്, പൈസ ലാഭമാണ്, എത്ര വരുമാനം കുറഞ്ഞ്, അപ്പൊ വരുമാനം കൂടി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവം നല്ലത് തന്നെയാണ്. അപ്പൊ ഞാന് അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഇവിടെ സ്റ്റാൻഡ് ഒന്നും ഇല്ല, ഞാൻ പറയാണ്. അപ്പൊ അതുപോലെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ പരിപാടി, അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ, നാട്ടിലുള്ള കാര്യങ്ങളിൽ ഒരു കാര്യമാണുള്ളത്. അപ്പൊ ഈ കാര്യം നമുക്ക് പറയണതിന് എന്താ കുഴപ്പം? സഹോദര, അങ്ങനെ ഒത്തിരി സഹോദരന്മാര് വിഷമത്തിലും ബേജാറിലായി നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. എവിടെയാണ് നമ്മൾ തന്നെയാണ് അതിന് വഴിയൊരുക്കുന്നത് കേട്ടോ. അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ പോലുള്ള ആൾക്കാരെ മാറ് തുറന്നിട്ട് കാണിക്കാനും തല തുറന്ന് കാണിക്കാനും വ്യഗ്രതയോടെ ഓടിച്ചാടി നടക്കുന്ന ഒരുപാട് കുഞ്ഞു മക്കളുണ്ട് കേട്ടോ. അവർക്ക് ഇതൊക്കെ എന്തുണ്ട്, ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വേറെ കഷ്ടപ്പെടുന്നത്. അപ്പൊ പിന്നെ ആ ഇടയില് എന്താ പറയാ, ഏത് ഒരു ഇതിലും പെടാത്ത സാധനങ്ങള് ഇതിങ്ങനെ ഓപ്പൺ ആക്കി വിട്ട് നടക്കുമ്പോ അവർക്ക് കാണുന്നവർ, പണ്ടുവരെ പറഞ്ഞ മാതിരി പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും തീരും എന്ന് പറഞ്ഞ പോലെ രണ്ടാൾക്കും 2 ടീമിനും അത് ഇതാവും. ഇല്ലാതെ ഇപ്പോ നമ്മൾ ഇതിങ്ങനെ ഒരു പക്വത ഉള്ള സ്ത്രീക്ക്, പക്വത ഇല്ല എന്നാണ് പറഞ്ഞത് പോട്ടെ. അപ്പൊ ഒരു സ്ത്രീ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അവയവങ്ങൾ ഏതൊക്കെ പുറത്തേക്ക് കാണിക്കണം എന്നുള്ളത് നമുക്കറിയില്ലേ. അപ്പൊ ഇത് ഏറ്റവും ഒരു ബോറായിട്ടുള്ള ഒരു ലെവലിൽ കണ്ടതുകൊണ്ടാണ് ഞാനത് അതിൽ കൂടെ ഈ വർത്താനം കൂടെ കേട്ടപ്പം പൂർത്തിയായി. അപ്പൊ അത് കേട്ടപ്പോഴാണ് എനിക്ക്, വേറൊന്നല്ല, ഞാനത് എങ്ങനെയെങ്കിലും നടന്നോട്ടെ, ആംഗ്ലോ ഇന്ത്യൻസ് ഏതെല്ലാം രീതിയിൽ നടക്കുന്നുണ്ട്,
ട്രൗസർ ഇട്ടിട്ടും മിഡി ഇട്ടിട്ടും ഫുള്ള് ഇത്രയുള്ള പിന്നെ മിഡി ആയിരിക്കും, തൊട വരെ കാണുന്ന ലെവലിൽ. അവരവരുടെ രാജ്യത്ത് അങ്ങനെ നടക്കുന്നുണ്ട്, അവർ ഇവിടെ വന്നാലും അവർ അങ്ങനെ നടക്കും, അവർ നടക്കുന്ന സ്റ്റൈലാണ്. പക്ഷെ നമ്മൾ മലയാളികൾ നമ്മളെങ്ങനെ ജീവിക്കുന്നുണ്ട്, നമ്മളെ സംസ്കാരം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻസ് ആകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടല്ലേ. പിന്നെ കാണാൻ പറ്റിയ ഒരു ഇതാണെങ്കിലും വേണ്ടിയില്ല, കുഴപ്പമില്ല. അപ്പോ എന്തോ ഏതോ അവരെ ഇഷ്ടത്തിന് നടന്നോട്ടെ. ഇത് പറയുമ്പോ വേദനിക്കുന്ന എന്തിനീ സഹോദരന്മാർക്ക്? സഹോദരന്മാർക്ക് കാണുന്നുണ്ടല്ലോ, അവൾ അതൊക്കെ നിർത്തൂലല്ലോ. നമ്മളൊരു വീഡിയോ കൊണ്ട് അവളെ നിർത്തൂ? നമ്മളത് പറഞ്ഞു, ഇത്ര നമുക്ക് പ്രതികരിക്കാന് നമുക്ക് ഒരു ചാൻസ് കിട്ടി, നമ്മളത് പറഞ്ഞു, നമ്മളെ ഇഷ്ടം നമ്മൾ പറഞ്ഞു. അല്ലാതെ അവളടുത്ത് പോയിട്ട് ജി സിമ്മി സൈക്ക് പെറ്റിക്കോട്ട് അയക്കടി, പാവാടിയും ചെമ്പർ ഇടടി, അല്ല പർദ്ദ ഇടടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ലല്ലോ. പർദ്ദ ഇട്ടാൽ മാത്രമേ നമുക്ക് പിന്നെ മൊത്തം മറിഞ്ഞു നിൽക്കുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പർദ്ദ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. പക്ഷെ നമ്മൾ അവറത്തുകൾ മറിച്ച് നടക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവറത്ത് നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഏത് വേഷം ഇട്ടാലും അവറത്ത് മറിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, നടക്കാൻ പറ്റും. അതിലും സ്വാതന്ത്ര്യം ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് എന്താണ്? തലയും മൊലയൊക്കെ കാണിച്ച് നടക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ അതുപോലെ കാലത്ത് ഇങ്ങനെ കണ്ടു വിട്ട് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെ കാണിക്കാൻ കിടക്കുന്നുണ്ട്, അതെല്ലാം കാണിച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം കാണിക്കും? ഏറിയാൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെ 4, 5 പ്രാവശ്യം കാണും ഈ കാരം. കാലാകാലം ഒന്നും കണ്ടു നടക്കൂലല്ലോ. അപ്പൊ കാഴ്ചക്കാരനൊക്കെ കാണിച്ചു കൊടുക്കേണ്ട രീതിയിൽ ഒതുക്കി വെക്കണം. ആവശ്യക്കാരന് കാണിച്ചു കൊടുക്കണം, അർഹതപ്പെട്ടവന് കാണിച്ചു കൊടുക്കണം. അല്ലാത്തവർക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഫുട്പാത്തിൽ ഇടുന്ന വേസ്റ്റ് സാധനം ആവരുതല്ലോ. സ്ത്രീയുടെ സൗന്ദര്യവും ശരീരവും പബ്ലിക്കിന്റെ ബൂത്തിൽ മറ്റേ എന്താണ് വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടിടുന്ന സാധനം പോലെയാണ് ഇപ്പൊ ഇത് ഫുട്പാത്തിൽ ഇരുന്നിട്ട് ലോക്കൽ റേറ്റിനൊക്കെ വിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. അതേപോലെ വിൽക്കാൻ കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പൊ ഞമ്മക്ക് തോന്നുക അല്ലേ. നമുക്കൊരു വാല്യൂ ഉണ്ട്, നമ്മളെ ശരീരത്തിനുണ്ട്, നമ്മളെ മനസ്സിനുണ്ട്, നമ്മളെ വ്യക്തിത്വത്തിനുണ്ട്. അത് അതിൻ്റെ രീതിയിൽ കീപ്പ് ചെയ്തിട്ട് നടക്കണം. അതാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്കിത് ഇവിടെ ഉണ്ടിട്ട കുറച്ച് മോയ, ഇവിടെ ഉണ്ടിട്ട കുറച്ച് കായ, ഇവിടെ ഉണ്ടിട്ട സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളൊന്ന് കണ്ട് നോക്കണം ട്ടോ എന്നും പറഞ്ഞിട്ട് നടന്നിട്ട് ലൈക്കും ഷെയറും മേടിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ കാണിച്ചു കൊടുക്കുന്നവരെ കാണാനും ഒരു മനുഷ്യനുണ്ടാവില്ല. കാരണം അത് അങ്ങനെയുള്ള സീനാണ്, അങ്ങനത്തെ സാധനമാണെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ പോകും. മൂടി വെച്ചത് കാണാനാണ്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള വ്യഗ്രതാണ് നമുക്ക് സഹോദരന്മാർക്ക് കൂടുതൽ ഉണ്ടാകുക. ഞാൻ പറയുന്ന സഹോദരന്മാർ വേറെ കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ആ സഹോദരന്മാരുടെ ദീനരോധനമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോക്ക് ചെറിയൊരു വോയിസ് ഞാൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സഹോദരന്മാരുടെ ദീനരോധനങ്ങൾ പോന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളും. നിങ്ങൾ ആരും തറവാട്ടൊന്നും കൊടുത്തിട്ടൊന്നല്ല, എനിക്കിവിടെ നെറ്റ് തരുന്നതും എന്റെ ഫോൺ വാങ്ങിയതും ഒക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ചെറിയ ഇതിൽ പറയും. ഞാൻ പ്രത്യേകിച്ചിട്ട് പിന്നാലെ നടക്കുന്നൊന്നുമില്ല. ആരോ എന്തോ ഇഷ്ടം ഞാൻ അത് അയച്ചിട്ട് നടന്നാലും നമുക്ക് നോ പ്രോബ്ലം. നമ്മളെ കാര്യമായിട്ട് നടക്കണം, നമ്മളെ തൊഴിലായിട്ട് നടക്കണം. അപ്പൊ ആ വീഡിയോ തന്നെയാണ് നമ്മൾ ഇടുന്നതും. പറഞ്ഞതിന് ചെറിയൊരു ഒന്നിങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ സഹോദരന്മാർ വിഷമിക്കരുത്. കാര്യത്തിൽ നമുക്ക് ഒന്നും നടപടി എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കൂ, പിന്നെ ചെയ്തോളൂ. നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്വാതന്ത്ര്യം കൊടുക്കണം. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. മൊത്തം സ്വാതന്ത്ര്യം കൊടുക്കണം. മൊത്തം അയച്ചിട്ട് നടക്കട്ടെ, പെയിന്റിങ് അടിച്ചിട്ടല്ല ഇനി നടക്കാൻ പോകുന്ന കാലം. കരയണ്ട, എല്ലാം വന്നോളും, ഒക്കെ മുന്നിലെത്തും. പക്ഷെ അതിന് പറ്റിയ സ്ത്രീകള് അത് വേറെ തന്നെയാണ്. അതിന് പറ്റിയവരെ പടച്ചവൻ വേറെ നിർമ്മിച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ തന്നെ വരുള്ളൂ, അല്ലാത്തവരൊന്നും കിട്ടൂല. അത് ജീവൻ പോയാലും കിട്ടൂല, അത് മനസ്സിലാക്കുക.